അതേ മാസം തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൺകുഞ്ഞിനെയായിരിക്കും. ഓ അത് ശരി. ആ സമയത്ത് പൂവ് എത്ര എണ്ണം ഉള്ളതാണെങ്കിലും ഈ ചെടിയിൽ നിന്ന് ഒരു പൂവ് എടുത്ത് പറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞു പോകും. ഓ അങ്ങനെ. വൈദ്യര് പറയുന്ന രീതിയിൽ ആ ട്രീറ്റ്മെന്റ് എങ്കിൽ തീർച്ചയായിട്ടും വൈദ്യര് അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും, അല്ലേ വൈദ്യരെ? 100%. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. പുരാതന കാലം മുതലേ അപ്പനപ്പൂപ്പന്റെ കാലം മുതലേ നാട്ടുവൈദ്യം ചെയ്യുന്ന സൂര്യൻ വൈദ്യരുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് പൂയംകുട്ടിയിലാണ്. അന്നേരം വൈദ്യരെ നമസ്കാരം. നമസ്കാരം. എണ്ണിക്കണ്ടായിരുന്നോ? പിന്നെ ഇവിടെ ഒരു പ്രത്യേക സൈസ് ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നിരവധി ആളുകൾക്ക് ഈ വന്ന നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ആഹാരശൈലിയുടെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് നിരവധി ആളുകൾക്ക് പണ്ടത്തെ തൊട്ടില്ല ഇപ്പൊ നിരവധി ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഒരു വലിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് കളയുന്നുണ്ട്. കളയുന്ന അവരുടെ വിഷമം കൊണ്ടാണ്. പക്ഷെ അതിൽ പ്രയോജനമുള്ളവരുണ്ട്, പ്രയോജനമില്ലാത്തവരുണ്ട്. തീർച്ചയായിട്ടും വൈദ്യരുടെ കയ്യിൽ അതിനൊരു നല്ല ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടെന്ന് പറയുന്നത്. അന്നേരം അത് ഒന്ന് വ്യക്തമാക്കി, അത് അങ്ങനെ ഒരാൾ വന്ന് അത് ചികിത്സിച്ചാൽ അതിന് എത്രത്തോളം ഗുണമുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. വൈദ്യരെ, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തവർക്ക് ഉള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. അതിപ്പോ ഒരു ചെടിയാണ് അതും. അത് ചെടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് 3 അല്ലെങ്കിൽ 5 കൂമ്പെടുക്കുവാണ് ഇതിന്റെ. ഒരു ചെടിയിൽ നിന്ന് ഒരു 5 കൂമ്പെടുക്കുവാണ്. ഒറ്റപ്പെട്ടെടുക്കുകയുള്ളൂ. പച്ചമരുന്നിൽ നിന്ന് ഒറ്റപ്പെട്ടെടുക്കുകയുള്ളൂ. അതെന്ത് സാധനമാണ് ഞാൻ ഒറ്റപ്പെട്ടെടുക്കുകയുള്ളത്. അപ്പൊ ഈ 5 ആ ചെടിയിൽ നിന്ന് അതും ഒറ്റ പോലെ തന്നെ ഈ 5 കൂമ്പെടുത്ത് കഴിയുമ്പോൾ ഒരു മാസത്തിൽ 3 ദിവസത്തിനാണ് കൊടുക്കുന്നത്. ഈ 5 കൂമ്പ് അരിച്ചിട്ട് കൊടുക്കും. അത് ഒരു മാസത്തിൽ പശുവിന് മെൻസസ് ആയി കഴിഞ്ഞ് ആ കുളിച്ച് കയറുന്നതിന്റെ അന്നാണ് ഇത് കൊടുക്കുന്നത്. കുളിച്ച് കയറുന്നതിന്റെ അന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊടുക്കും. അതിന് പിറ്റേ ദിവസം ഒരെണ്ണം, അതിന് പിറ്റേ ദിവസം 1 കിലോ. അങ്ങനെ ഈ 5 കൂമ്പ് അരിച്ച് നല്ല വെണ്ണ പോലെ ആക്കിയിട്ട് വെള്ളത്തിന്റെ അകത്ത് ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അതും കൊണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 2ാമത്തെ മാസത്തിലും അത് തന്നെയാണ് സിസ്റ്റം. ആദ്യത്തെ ഈ മാസക്കുളി കഴിഞ്ഞ് കയറി വരുമ്പോ തന്നെ രാവിലെ ആ കുളിച്ച് കയറി വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ തന്നെ ഈ മരുന്ന് അരിച്ച് കൊടുക്കും. അത് വെറും വയറ്റിൽ വേണം കഴിക്കാനായിട്ട്. അതിലപ്പോ പുളികളുടെ ഒരു അംശം പോലും കഴിക്കാൻ പാടില്ല. പഥ്യമുണ്ട്. ഈ പഥ്യം ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നമ്മളെ ശരീരത്തിൽ നിന്നായിട്ട് നമ്മൾ എന്ത് കഴിച്ചെന്നുണ്ടെങ്കിലും ഈ മരുന്നിന്റെ ഫലം എല്ലാം കളയുവാണ് പുളി. മോര്, തൈര് ഇങ്ങനെയുള്ള ഐറ്റങ്ങള് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് മോരും തൈരും പുളിവർഗ്ഗങ്ങളും ഒന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഒരു 3 മാസം ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുണ്ടായിരിക്കും. പിന്നെ കൗണ്ട് നോർമലായിരിക്കണം. ഈ കൗണ്ടിലെ അണുക്കള് ഇല്ലാതെ വരാം, കൗണ്ട് കുറവാകാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോരം മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും രക്ഷയില്ല. കൗണ്ട് ക്ലിയർ ആയിരിക്കണം. കൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഓക്കെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഒരൊറ്റ ഇതോളൂ. മാസം മുറ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുളിച്ച് കയറണേ അന്ന് രാവിലെ എത്തണം. ഇല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസമാണല്ലോ മതി. ഇത് ഞാൻ പറയാൻ കാരണം, നമുക്ക് 9 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ഉണ്ടായത്. ഈ മരുന്നിനെ കഴിച്ചിട്ടാണ്. ഈ മരുന്ന് 100%. ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഞാൻ അറിഞ്ഞ്, ആൺകുഞ്ഞ് വേണമെങ്കിൽ ആൺകുഞ്ഞും പെൺകുഞ്ഞ് വേണമെങ്കിൽ പെൺകുഞ്ഞും, അങ്ങനെയൊക്കെ ഉള്ളതാണോ? അത് വേറെ ചെടിയാണ്. ഈ ചെടിയല്ല. അത് വേറെ ചെടിയാണ്. അത് ഒരു ചെടിയിൽ നിന്ന് ഒരു കാ ഉള്ളൊരു ചെടിയെ പറിക്കാവൂ. ഇപ്പൊ 10, 5, 10 ഉണ്ടാവും. അത് എടുക്കാൻ പാടില്ല. ഒരു ചെടിയിൽ നിന്ന് ഒരു കാ മാത്രമേ ഉള്ളത് എടുക്കുക. അപ്പൊ പെണ്ണുങ്ങൾക്ക് വിശേഷമായ ശേഷം വേണം അത് കഴിക്കാനായിട്ട്. ആ മാസത്തിന് കഴിക്കണം. 2ാമത്തെ മാസത്തിൽ കഴിച്ചാൽ ചിലപ്പോൾ ആണാകാം, ഇല്ലെങ്കിൽ പെണ്ണാകാം. അത് പറ്റില്ല. അതേ മാസം തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൺകുഞ്ഞിനെയായിരിക്കും. ആ സമയത്ത് പൂവ് എത്ര എണ്ണം ഉള്ളതാണെങ്കിലും ഈ ചെടിയിൽ നിന്ന് ഒരു പൂവ് എടുത്ത് പറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞു പോകും. ഈ ഒറ്റ കാ പറിക്കും. അതിന് വേറെ അത് ഇന്ന് കാ പാടില്ല, വേറെ കാ പാടില്ല. അത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കേസും. അത് ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, നമ്മൾ ഈ നാട്ടിലുള്ളതാണ്. പിന്നെ ഭയങ്കര പണിഭാരമാണ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ. ഭയങ്കര പണിഭാരമാണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കഴിയുവാണെങ്കിൽ ഈ ചെടി കഴിയാതെ അതാ ഞാൻ ചോദിച്ചത്. അത് ഞാൻ കാര്യമായിട്ട് ചോദിച്ചാ. കാരണം പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ സുലഭമാണോ? കിട്ടുന്നുണ്ട്. അപൂർവമായിട്ടൊക്കെ കിട്ടുള്ളൂ സാധനം. ഇപ്പൊ ഇതിന്റെ കാര്യം സീസണിന്റെ സമയമല്ല. അത് അപൂർവമായ സ്ഥലങ്ങളില് മാത്രമേ കൂടുതൽ കായും പോവും. നമ്മുടെ ഈ ഇവിടൊക്കെ തന്നെ ഉണ്ട് സാധനമുണ്ട്. നമുക്കിത് കണ്ടു കിട്ടണമെങ്കിൽ താമസം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ പിടിക്കും. അടുത്ത തലമുറ, അടുത്ത ജനറേഷനെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ഒരു കുഞ്ഞു വേണം.
തീർച്ചയായിട്ടും വേണം. ഇനി അതാണോ പെണ്ണെന്നല്ല, അങ്ങനെ. അത് രണ്ടാമത്തെ സെക്ഷനാണ്. എനിക്ക് ഇപ്പം ചിലർക്ക് ആ മക്കൾ മാത്രമേ കാണൂ, ചിലർക്ക് പെൺമക്കൾ മാത്രമേ കാണൂ. അന്നേരം അവർക്കൊരു ആഗ്രഹം കാണും, 4 ആയി 5 ആയി എന്നിട്ട് എനിക്ക് ആൺകുഞ്ഞു മാത്രമേ ഉള്ളൂ, അല്ലെ പെൺകുഞ്ഞു. അവർക്കുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ചോദിച്ചത്. ഇതിനൊക്കെ നമുക്കിപ്പോ ആവശ്യം പോലെ ആളുകൾ വരുന്നുണ്ടോ? ആള് വിളിക്കുന്നുണ്ട്, ഈ സാധനം കിട്ടാനില്ലല്ലോ. ഇല്ല കിട്ടാനില്ല. അതായത് നമ്മള് വിളിച്ചിട്ട് നമ്മള് ആളുകൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഡേറ്റ് കൊടുക്കും. അത് അതിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മള് അവരെ വിളിക്കും. അങ്ങനെയാണ്. അന്നേരം നല്ല ഒരു കാര്യമാണ് ഇപ്പം വൈദ്യുതി പറഞ്ഞത്. എല്ലാവർക്കും അറിയാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അറിയാവുന്നവർ കാണുമായിരിക്കും. പക്ഷേ ഇത് അന്വേഷിച്ച് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ശാശ്വതമായ ഒരു പരിഹാരം, അതെല്ലാം ഗ്യാരണ്ടിയോടാണ് വൈദ്യുതി പറയുന്നത്. വൈദ്യുതി പറയുന്ന രീതിയിൽ ആ ട്രീറ്റ്മെന്റ് എങ്കിൽ തീർച്ചയായിട്ടും വൈദ്യുതി അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും, അല്ലയോ വൈദ്യുതി? 100%. അതെ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക മാത്രമല്ല, തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കുഞ്ഞുങ്ങളില്ലാതെയൊക്കെ ഇരിക്കുന്നവർക്ക് ഒത്തിരി വിഷമമുള്ളവരൊക്കെ കാണും. അവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വളരെയധികം വലിയ കാര്യം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വൈദ്യുതി നമുക്ക് ഇവിടെ വരണമെന്നുള്ള സ്ഥലവും കൂടെ ഒന്ന് പറഞ്ഞേര്. അത് കോതമംഗലത്ത് എത്തിയിട്ട് കോതമംഗലം തട്ടേക്കാട് പൂയംകുട്ടി മണികണ്ഠൻചാല് വെള്ളാരംകുത്താണ്. അതല്ല ഇപ്പം പൂയംകുട്ടി വന്നൊരു ആട്ടോ വിളിച്ചാലും പോരാം. ആരടുത്ത് ചോദിച്ചിട്ട് ഏത് ഓട്ടോക്കാരടുത്ത് സൂര്യൻ വൈദ്യുതി പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അന്നേരം വൈദ്യുതിയെ വിളിച്ചിട്ട് മാത്രമേ വരാവൂ. വൈദ്യുതിയെ വിളിക്കാതെ വന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന്റെ സാധനം കിട്ടിയെങ്കിൽ മാത്രമേ വൈദ്യുതിക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ. തീർച്ചയായിട്ടും വൈദ്യുതിയെ വിളിച്ചിട്ട് തന്നെ വരിക. അതായത് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ.